സ്വന്തം കൂട്ടുകാരത്തിന്റെ കല്യാണത്തിന് ഒരു ഡ്രസ് എടുത്ത് തരാൻ പറഞ്ഞിട്ടാണിത്. എന്തിനാ ഞാനൊക്കെ ഈ കൊമ്പങ്കാട് തറവാട്ടിൽ ജനിച്ചത്? കൊമ്പങ്കാട് തറവാടാണ് അത്ര, കൊമ്പങ്കാട് തറവാട്. ഞാൻ എന്തായാലും പോല എന്താച്ചാ കാട്ടെ. തമ്പുരാനെ ഇറങ്ങിയിട്ടില്ലേ? കല്യാണത്തിന് പോണ്ടേ? അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ മോട്ടി വന്നേ. ഇറച്ചി വീറിന്റെ ഇറക്കം പോരി. കല്യാണത്തിന് പോകുമ്പോ കുട്ടൻ ബിരിയാണി ആവുമ്പോ നേരത്തെ എത്തണം, അല്ലേ ശരിയാവൂല. ഇമ്മേ മോട്ടേജ് കല്യാണത്തിന് പോകുന്നില്ല. ഇജു എന്റെ പച്ചക്കൂടി പോയാൽ മതി, ഞാൻ വരൂല. മാണ്ടാ, ഞങ്ങള് പോവാ. എനിക്ക് ഡ്രസ് എടുത്തരാണ് ഞാൻ കല്യാണത്തിന് പോരാത്തത്. ഞാൻ ഇപ്പച്ചോട് കൊല്ലും ഞാൻ തന്നെ. ഇജ് പറയോ? ഇല്ല. ഉറപ്പല്ലേ? സത്യം വെക്കേ. സത്യം. യൂസ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ടേബിൾ മീർക്ക് അപ്പൊ ഇരിക്കല്ലേ? ഒരു ചെമ്പ് പൊട്ടിച്ച് കഴിഞ്ഞോ? അതിന് ഇറ്റങ്ങൾ കേട്ട് ഇറങ്ങി കിട്ടേണ്ടത്. ഇപ്പച്ചേ മോട്ടി വരുന്നില്ല. എന്താ അറിയില്ല. പിന്നെ ഓളെ ചങ്ങാഴ്ചയുടെ കല്യാണത്തിന് നമ്മൾ പോയിട്ട കാര്യം ഇപ്പച്ചനോട് ചോദിച്ചോക്കാണ്. അതാ ഇത്രയും വലിയ പള്ളായിട്ട് പോയി കഴിഞ്ഞ ഇപ്പച്ച എങ്ങനെ ചോദിക്കാം? ഞാൻ എങ്ങനെ വെച്ചോണ്ട് ചോളം വിളിച്ചോണ്ടേ മോട്ടിയെ എന്റെ ചിന്നെ വിളിച്ചിരുന്ന ഒരു കാര്യമില്ല. ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരൂല. നിങ്ങൾക്കത് നല്ല അടിപൊളി ഡ്രസ് ഇട്ടിട്ടുണ്ട്. ഞാൻ എന്താ ഇതിട്ടിക്കാണ്ട് വരികയെ? ഞാൻ ഇല്ലാന്ന് പറഞ്ഞാ ഇല്ല. കാലാകാലോ ഫസ്റ്റ് ട്രിപ്പ് ഒന്നും പറ്റുന്ന യോഗത്തിൽ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു മുടക്കുണ്ടാവും. എനിക്ക് ഡ്രസ്സല്ലേ വേണ്ടത്? ഡ്രസ്സൊക്കെ പോകുമ്പോ റോഡ് സൈഡിൽ ചീന്റെ ഔട്ടുണ്ട്, അവിടെ എടുക്കാം പോയി. എനിക്ക് വേണ്ടത് നാണെങ്കിൽ ഇമ്മച്ചൊക്കെ വാങ്ങിക്കൊടുത്താൽ നിങ്ങളൊന്നും ഇട്ടോളി. എന്തേ ഇപ്പച്ചിന്റെ കണ്ണില് ജനിച്ചപ്പോ തൊട്ട് കൃഷ്ണമണി ഉണ്ട്. പിന്നെ എന്റെ കണ്ണിൽ കലാപം പണിയാ എല്ലാം. എനിക്ക് പിന്നെ എവിടെ ഡ്രസ് എടുക്കണ്ടേ? ഇങ്ങോട്ട് പറയാം. എനിക്ക് KMT സിൽക്സ് നിർത്താൻ മതി. അവിടെ ഇപ്പൊ എജ്ജാതി കല്യാണം നടക്കുന്നുണ്ട്. എന്തോരം നല്ല അടിപൊളി കളക്ഷൻസ് ആണെന്നറിയോ? എന്റെ കൂട്ടുകാർക്ക് ലോക്കൊക്കെ കല്യാണ ഡ്രസ് എടുക്കുന്ന അവിടുന്നാണ്. എന്നാ ഒന്നും നോക്കണ്ട, നേരെ ഇവിടെ KMT സിൽക്സ്. അത് കഴിഞ്ഞിട്ട് മതി കല്യാണം കേട്ടോ. ഈ കുരിപ്പത്തെ എവിടെ വന്ന് ഇത് പോരില്ലേ? ചോറ് ഏതായാലും ചൂടാറി. സുനാമിയാണ് തോന്നുന്നുണ്ടല്ലോ. ഈ മയറിനോട്ട് എങ്ങനെയാണോ വഴിയൊക്കെ അവിടെ എന്നിട്ട് പുതുക്കത്ത് ഒളിച്ചെന്ന മീനാണാവോ? പച്ചമ്പുരാനെ എന്നാലും കുപ്പായം കിട്ടാൻ വയ്യില്ല. സ്കൂൾ പൂട്ടിയപ്പോ ഞങ്ങൾക്ക് മറൈൻ എക്സ്പോക്ക് കൊണ്ടുപോയി. മറൈൻ എക്സ്പോക്ക് എന്നാലും വന്നിട്ടല്ലേ ഉള്ളൂ. ഞാനൊന്നും മറിയാതെ പഠിച്ചാൽ പറ്റുമോ നോക്കട്ടെ. എല്ലാവരും ആ കന്തിക്ക് പോവാ എല്ലാം. അടുപ്പിക്കാ പോണേ. അവളെ ശ്രദ്ധിച്ച് കേക്കേ. എന്താ ഞാൻ മാത്രം കണ്ടിട്ടുള്ളൂ. എത്താനൊന്ന് പറയാന്. ആ മുണ്ടേല് ഗ്രൗണ്ടിന്റെ ഔട്ട മതിൽമലേ ഒരു പെണ്ണുണ്ടീ മീനായിട്ട് കറക്കണേ. അവ ഞാൻ തോട്ടുന്ന് വിളിച്ചാരം റോട്ടിന്ന് വിളിച്ചടിച്ചൊന്നല്ലേ. ഒറ്റ അടിയാണ് അടിച്ചാണ്ടല്ലോ. അവളെ ഒന്നിനത്രം പോകുന്ന പെമ്പർന്നോളൂ. അതിനെ കറക്കണ പോലല്ലേ കറക്കണേ. ഒന്നിനത്രം പോകുന്ന പെമ്പർന്നോളോ? ഇജത്ത് ഓതണോ? അതാ മറൈൻ എക്സ്പോന്റെ ബോഡി കാരൻ. മറിയമ്മല്ല, ഓളങ്ങനെ കറക്കൂല. എങ്ങനെ വെളുത്ത് തുടുത്തൊരു പമ്പർന്നോളാണ്. നോക്കിയാ ഇങ്ങനെ കറന്നിക്കണതേ. ഞാനാകെ പേടിച്ചു പോയേ. ഇങ്ങനെ കിടക്കുന്നു പറഞ്ഞേ. എന്നാ ഒന്നും നോക്കണ്ട, സൈൻ തന്നെയാണ്. വണ്ടിപ്പോ കയറിക്കാ പോയി നോക്കിട്ട് ബാക്കി പരിപാടിയുള്ളൂ. ഓളിപ്പോ മനുഷ്യനെ കൊണ്ട് അറിയിച്ചാ മതിൽ വന്ന് കടന്നു തുടങ്ങണ്ട്. എന്ത് ഇരുത്താതെ എന്ത് കക്കൂസ്കോയില്ലേ? പോയി വാ, ഞാൻ ഇവിടെ ഇരിക്കാം. ഇതൊന്ന് നേരത്തെ ഇരുന്നാ അവിടെ ഇരിക്കേ എല്ലാം. അവിടെ എവിടോ ആണനി. കണ്ടില്ല ശരിക്കാണ്ട് കണ്ടോക്കെ. ഇവിടുത്തെ നാട്ടുകാരി അല്ല. ഞാനോട് എന്താ പ്ലസ് ടു കഴിഞ്ഞാണ്ട് വെറുതെ അങ്ങനെ കുത്തറക്കാനാ പരിപാടി ചെയ്യുന്നുണ്ട്. ഇന്റെ ഒപ്പം നാളെ തേങ്ങ അയച്ചാലാണ് പോരേണ്ടി വരും. അല്ലാതെ എന്റെ മോല് തിന്നുകാണ്ട് കുരാക്കാൻ എന്നെ ഞാൻ വിടും. എങ്ങോട്ടാ തലയില് കൊട്ടക്കായിട്ട്? ഞാൻ കുറച്ച് തേങ്ങ വലിച്ചുവിട്ടാൻ പോയതാ. പക്ഷെ കുഞ്ഞാപ്പ പോന്നീലേ. അമ്മായി കോടൂർക്കോ എങ്ങനെ ചർച്ച എനിക്കിപ്പോ പൗറ് കൂടിക്കണല്ലോ. ഇതിപ്പോ മറ്റേ ആ പത്തിരിപ്പലക മേലെ നല്ല നോക്കല്, ഇതിലാ നോക്കല്. ഞാനൊക്കെ അപ്ഡേറ്റ് ആയില്ലേ കോയെ. വന്ന കാലിൽ നിക്കാതെ അങ്ങോട്ട് കേറിയിരിക്ക. ഇതിനുള്ളിക്കോ ഇങ്ങോട്ട് കേറിയിരിക്ക. അജിപ്പോ എത്ര സാറായിക്കണെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലോ. ഇതില് നോക്കിയാ പറ്റിയ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമോ? പിന്നെ അയ്യോ എന്തേ അയ്യോ എന്തേ മക UK കൊണ്ടുവന്ന ലാപ്ടോപ്പ് ഒക്കെ കാക്കന്റെ പോലെ ആക്കി വെച്ചല്ലോ. ഞാനാണെങ്കിൽ എന്റെ കബഡിപ്പലക യൂസഫിന് പത്തിരി വരുത്താൻ കൊടുത്തു. എന്താ ഞാൻ ചെയ്യാ? എന്റെ ജീവിതം കോയനൊക്കെ ഞാൻ ശരിയാക്കി തരാം. അനക്ക് എന്റെ പൂതും പാവിയൊക്കെ നോക്കാനല്ലേ. അതൊക്കെ അതിനത്രം വലിയ സംഭവമൊന്നുമില്ല. അതാണ്ടോ ഇത്ര ഉള്ളൂ. ഞാനും പേടിച്ചു പോയല്ലോ കോയെ. മകനെ UK നിങ്ങടെ അയച്ചതാ ലാപ്ടോപ്പ്. എന്റെ ചെറുക്കൻ കുഞ്ഞാപ്പൂനെ ഒരു പണി ഇട്ടൊന്നും ഇതിൽ നോക്കാൻ പറ്റുമോ? കക്കൂസത്തെ പണി അത് മോശമല്ലേ. പറഞ്ഞ ശരിയാക്ക. തന്റെ മോൻ ഏതുവരെ പഠിച്ചുകൊണ്ടാ പറഞ്ഞ? ഓൻ പ്ലസ് ടു കഴിഞ്ഞിക്കാണേ. കഷ്ടപ്പെട്ട് നിക്കാണ്. കഷ്ടപ്പെട്ടിക്കല്ല, പ്ലസ് ടു കഴിഞ്ഞിക്കാണ്. നേരോ ഞാനൊന്ന് നോക്കട്ടെ. ഇതൊന്ന് നോക്കാം. പടച്ച തമ്പുരാനെ എത്ര ഇതിലീ കണ്ട്. എന്താ
അയ്യോ അത് സൈറ്റ് മാറിയതാണ് കോയെ. ഇത്ര പാവപ്പെട്ടവരൊക്കെ എപ്പോഴും നാട്ടിലുണ്ടോ? അത് മക UK അയച്ചതായോണ്ടേ. ആ ചെറുക്കന്റെ കാര്യം നോക്കാം. ആ 1-2 കൊല്ലം കൊണ്ട് കുടിക്ക് പൈസ കൊണ്ടുവരണം. അല്ലാതെ ഡിഗ്രിക്ക് പോയി ഇങ്ങനെ കാലം കഴിച്ചിട്ട് കാര്യമില്ല. ആ കോയെ. കിട്ടി. അത് ശരി, ഞാൻ ആകെ ബേജാറായി. എന്നാ ആ. മഞ്ചേരിയിലുണ്ട് കാംഫിൻ ഗ്ലോബൽ അക്കാദമി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒരു കൊല്ലം കൊണ്ടേ ആ തനിക്ക് അവൻ പൈസ കൊണ്ടുവന്നേരും. ആഹാ കൂട്ടത്തിൽ അവൻ ഡിഗ്രിയും പഠിച്ചോളും. അതാന്നാ നല്ലത്. എന്നാ ദക്ഷിണ അങ്ങോട്ട് തന്നിട്ട് പോയിക്കോളാ കോയെ. ദക്ഷിണൊക്കെ ഞാൻ തരില്ല, ആദ്യം ആ ലക്ഷണം കെട്ടീനെ അവിടെ നിന്ന് കൊണ്ടാക്കട്ടെ. അതാണ് നല്ല. ആ ഇത് 2 ദിവസം കഴിഞ്ഞ കോയെ അതിങ്ങോട്ട് തന്നിട്ട് പോവുക. ആ കൊട്ടഞ്ചെടുത്തോ, ഇനി 2 ദിവസം ഞാൻ